നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ. നമസ്കാരം. അങ്ങനെ അവസാനം രാഹുൽ ഈശ്വറിന് ജാമ്യം കിട്ടി. നീണ്ട എത്രയോ ദിവസങ്ങളായിട്ട് കിടക്കും. ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടം ജയിലിലകപ്പെട്ടില്ല. ദിലീപിന്റെ വിഷയത്തിൽ രാഹുൽ ഈശ്വർ നിന്ന് ദിലീപ് പുറത്തിറങ്ങി. പക്ഷെ അതേസമയം ഇവർക്കൊക്കെ വേണ്ടി നിലകൊണ്ട രാഹുൽ ഈശ്വർ എന്തിനാണ് അകത്ത് കിടന്നതെന്നുള്ളതാണ് സോഷ്യൽ മീഡിയ അടക്കം ചോദിക്കുന്നത്. കാരണം വല്ലവരുടെയും ഒരു കുറ്റത്തിന് വേണ്ടിയിട്ടോ മറ്റൊരാൾ ജയിലിൽ കിടക്കുന്ന ഒരുപക്ഷെ ഈ കാര്യത്തിൽ ആദ്യമായിട്ടായിരിക്കും ജാമ്യം ഇന്ന് കിട്ടും. നിസ്സാര കാര്യത്തിന് ജാമ്യം കിട്ടേണ്ടുന്ന ഒരു കാര്യത്തിന് ഇത്രമാത്രം വലിച്ചു നീട്ടി ഇത്രയും ദിവസം അകപ്പെടുത്തി. പക്ഷേ ഇന്ന് പുറത്തിറങ്ങുന്ന രാഹുൽ ഈശ്വർ ചിലതൊക്കെ പഠിച്ചിട്ടായിരിക്കാം, ചിലതൊക്കെ അനുഭവങ്ങളിലൂടെ അറിഞ്ഞിട്ടായിരിക്കും പുറത്തിറങ്ങുന്നത്. ഇനി രാഹുൽ ഈശ്വറിൻ്റെ പ്രതികരണത്തിനായിരിക്കും മാധ്യമങ്ങൾ കാത്തിരിക്കുന്നത്. ഈ പിണറായിയുടെയും സർക്കാരിൻ്റെയൊക്കെ ഒരു വാശിയും വൈരാഗ്യം ഉണ്ടായിരുന്നു. മാങ്കൂട്ടത്തിലിനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഓട്ടം. ഒടുവിൽ വാലിൽ പിടിച്ചു, വാല് മുറിച്ചിട്ട് മാങ്കൂട്ടത്തിൽ രക്ഷപ്പെട്ടു. കിട്ടിയ വാലെടുത്ത് ജയിലിലിട്ടു. അതാണ് ഈ രാഹുൽ ഈശ്വർ. രാഹുൽ ഈശ്വർ യഥാർത്ഥത്തിൽ നമുക്ക് രാഹുൽ ഈശ്വറിനെ ഒരു നല്ല മനുഷ്യനായിട്ട് കാണാൻ കഴിയും. 16 ദിവസം പിടിച്ച് അകത്തിട്ടിട്ടും ഇവിടെയുള്ള മാധ്യമങ്ങൾ അതിനെതിരെ പ്രതികരിച്ചില്ല. ഇവിടെയുള്ള സാംസ്കാരിക നായകരുടെ നാവ് ഇറങ്ങിപ്പോയി. പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു തലമുറയാണ്. നാളെ ആർക്ക് വേണമെങ്കിലും ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാം. ആർക്ക് വേണമെങ്കിലും ചെറിയ വാശിയുടെ പേരിൽ ഒരാളെ ടാർഗറ്റ് ചെയ്ത് ഒരു പോലീസ് സംവിധാനം, പ്രോസിക്യൂഷൻ ഒരുമിച്ച് ചേർന്ന് അയാളെ ജയിലിലടയ്ക്കാൻ നോക്കിയാൽ ഇവിടെ ആരും പറയാത്തൊരു വിഷയമുണ്ട്. എന്തുകൊണ്ട് 16 ദിവസം രാഹുൽ ഈശ്വർ എന്ന ചെറുപ്പക്കാരനെ ജയിലിലടച്ചു? അയാൾ എന്ത് തെറ്റ് ചെയ്തു? ഇവിടെ നമ്മളൊരു അതിജീവിതയുടെ കണ്ണീര് ഇന്നലെ കണ്ടു. ആ അതിജീവിതയുടെ കണ്ണീരിനെ പരിഹസിക്കുന്ന ഏറ്റവും മ്ലേച്ഛന്മാരെ നമ്മൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നു. മറ്റൊരു അതിജീവിതയ്ക്ക് വേണ്ടിയിട്ട് സർക്കാർ നടത്തുന്ന പോരാട്ടം നമ്മൾ കണ്ടു. ഇതൊക്കെ അതിജീവിതമാർക്ക് വേണ്ടിയുള്ള പോരാട്ടം. മറിച്ച് മറ്റൊരു തലത്തിൽ ഒരു നിലപാടിന് വേണ്ടി പോരാടുന്നവനാണ് രാഹുൽ ഈശ്വർ. ഗോവിന്ദചാമിക്ക് നമ്മൾ ഒരു വക്കീലിനെ വെച്ച് കൊടുക്കാൻ ഈ ജനാധിപത്യ ക്രമം നിഷ്കർഷിക്കുന്നുണ്ട്. ഗോവിന്ദചാമിക്കെന്നല്ല, ഏതൊരു ക്രിമിനലിനും ഒരു അഭിഭാഷകനെ വെച്ച് കൊടുക്കാനുള്ള അവകാശം ജനാധിപത്യ ക്രമത്തിലുണ്ട്. അഭിഭാഷകനെ അവർക്ക് സ്വയം വെക്കാനുള്ള പണമില്ലെങ്കിൽ മറ്റൊരാളെ വയ്ക്കാം. അപ്പോൾ ഏതൊരു നിലപാടും വ്യക്തമാക്കാനുള്ള ഒരു അവകാശമാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിലൂടെ നമുക്ക് ജനാധിപത്യ ക്രമത്തിൽ അനുവദിച്ചു തന്നിരിക്കുന്നത്. രാഹുൽ ഈശ്വറിൻ്റെ നിലപാടിനോട് നമ്മൾ യോജിക്കേണ്ട. രാഹുൽ ഈശ്വർ ഏറ്റവും ഒടുവിൽ ദിലീപിനെ അന്ധമായി അനുകൂലിക്കുന്ന ഒരു നിലപാടെടുത്ത വ്യക്തിയാണ്. നമുക്കതിനോടൊന്നും യോജിപ്പില്ല. അത്തരം നിലപാട് തറയിൽ നിന്നല്ല രാഹുലിനെ കാണുന്നത്. രാഹുൽ ഒരു വക്താവാണ്, ഒരു നിലപാടിൻ്റെ വക്താവാണ്. താൻ എടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുന്നയാളാണ്. നിലപാടിനെ വിറ്റ്, നിലപാടിനെ ഏതെങ്കിലും തരത്തിൽ വ്യഭിചരിച്ച് പണമുണ്ടാക്കുന്ന ഒരു ശൈലി രാഹുലിൽ നിന്ന് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. തുടക്കം മുതൽ രാഹുൽ എടുത്ത അതേ നിലപാട് തന്നെ രാഹുൽ തുടരുന്നു. 2, രാഹുൽ ഒരു പോരാളിയാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു വ്യാജ ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോഴും അതിനെതിരെ നിശ്ചിതമായി വിമർശിക്കും. അതിൻ്റെ ആത്യന്തിക ഫലമാണ് ഇപ്പോൾ രാഹുലിന് കിട്ടിയ ഈ പ്രഹരം. പക്ഷേ വ്യാജ തെളിവുകളിലൂടെ, കൃത്രിമ മാർഗങ്ങളിലൂടെ സൃഷ്ടിച്ചെടുത്ത ഒരു ക്രൂരതയാണ്. അതിനെ നമുക്ക് ആ രീതിയിൽ കാണാൻ കഴിയും. അവിടെ ഒരു സംശയമുണ്ട്. രാഹുൽ ഈശ്വർ ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് CPM അല്ലെങ്കിൽ പ്രവർത്തിച്ചു, രാഷ്ട്രീയ കളികളുണ്ട് എന്ന് പറയുമ്പോഴും രാഹുൽ ഈശ്വറിനോട് എന്താണ് ഇത്രയും ദേഷ്യം, പക? കാരണം രാഹുൽ ഈശ്വറിനെ പൂട്ടേണ്ടുന്നതായിട്ടുള്ള അവസ്ഥ എന്താണ് എന്നുള്ളതാണ്. അല്ല, ഈ സർക്കാരിൻ്റെ ഒരു മാങ്കൂട്ടം വേട്ടയുണ്ടല്ലോ, ഈ മാങ്കൂട്ടം വേട്ടയ്ക്കെതിരെ ഒരു പൊതുവികാരം ഉയർന്നു വരുന്നുവെന്ന് സർക്കാർ ഭയപ്പെട്ടു. അവിടെ കോൺഗ്രസ് വിഡ്ഢി കൂശ്മാണ്ഡങ്ങൾ ആദ്യം തന്നെ പരാജയപ്പെട്ടു. ഇതൊരു ജനാധിപത്യ വിരുദ്ധ രാഷ്ട്രീയ വേട്ടയാണ് എന്ന ആർജവത്തോടെ പറയുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു. മറുവശത്ത് BJP എന്ന രാഷ്ട്രീയ സംഘടനയും CPM എന്ന രാഷ്ട്രീയ സംഘടനയും അവർ നേതൃത്വം കൊടുക്കുന്ന മുന്നണിയുമൊക്കെ ഒരേ ഒരു ഇരയെ മറ്റുള്ള രാഷ്ട്രീയ സംഘടനകളും ഭരണകൂടവും ചേർന്ന ഒരു വേട്ടക്കാരനായി മാറി ആ ഇരയ്ക്ക് വേണ്ടിയുള്ള വേട്ട തുടരുന്ന കാഴ്ച നമ്മൾ കണ്ടു. അവിടെ തികച്ചു ഒറ്റപ്പെട്ടു പോയ രാഹുൽ മാങ്കൂട്ടം, അയാൾ ചെയ്ത തെറ്റിൻ്റെ അവിടെ ഗ്രാവിറ്റി അവിടെ നിൽക്കട്ടെ, അയാൾ തികച്ചു ഒറ്റപ്പെട്ട് നിന്ന രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ശക്തിയോടെ ഗർജിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയ ഒരു സിംഹമായിരുന്നു അന്ന് രാഹുൽ ഈശ്വർ. ആ സിംഹത്തെ കൂട്ടിലടക്കേണ്ടത് ആരുടെ ആവശ്യമാണ്? ഭരണകൂടത്തിൻ്റെ ആവശ്യമാണ്. ആ ഗർജിക്കുന്ന ഒരു നിലപാടിനെ തളയ്ക്കേണ്ടത് ഭരണകൂടത്തിൻ്റെ ആവശ്യമാണ്. പക്ഷെ അവിടെ രാഹുൽ മാങ്കൂട്ടം എന്ന പേരിൽ കോൺഗ്രസ് നിശബ്ദരായി.
എതിർ സ്വരങ്ങളെ അടിച്ചമർത്തിയപ്പോൾ അത് പ്രതിപക്ഷത്തിന് നാളെ ഏത് തലത്തിലും പ്രതിപക്ഷത്തിന് നേരെ വരുന്നൊരു വാളാണെന്ന് മനസ്സിലാക്കുന്നതിലും കോൺഗ്രസ് ഉൾപ്പെടുന്ന പ്രതിപക്ഷം പരാജയപ്പെട്ടു. ഇവിടുത്തെ മാധ്യമങ്ങൾ പരാജയപ്പെട്ടു. മാധ്യമങ്ങളെല്ലാം ഇപ്പോൾ വക്താക്കളാണ്. എല്ലാവരും ഓരോ പക്ഷം ചേർന്ന് നിൽക്കുന്ന വെറും വക്താക്കൾ മാത്രമാണ്. ചിലർ CPMൻ്റെ വക്താക്കൾ, ചിലർ ഭരണകൂടത്തിൻ്റെ വക്താക്കൾ, ചിലർ പ്രതിപക്ഷത്തിൻ്റെ വക്താക്കൾ, ചിലർ BJPയുടെ വക്താക്കൾ. അങ്ങനെ ചേരിതിരിഞ്ഞ് പോർവിളിക്കുന്ന വക്താക്കൾ മാത്രമായി മാധ്യമങ്ങൾ അതമ്പതിച്ചപ്പോൾ ജനങ്ങളുടെ പൊതുബോധം ഉണർന്നു. ഇവിടെ രാഹുൽ ഈശ്വറിനെ നമ്മൾ പല വിധത്തിൽ പരിഹസിച്ചവരുണ്ട്, ചാനലുകളിൽ, സോഷ്യൽ മീഡിയയിലൊക്കെ. പക്ഷേ അയാളുടെ ഒരു നിലപാട് നോക്കണം. രാഹുൽ ഈശ്വറിന് എവിടെയാണ് തെറ്റുപറ്റിയത്? രാഹുൽ ഈശ്വർ തൻ്റെ ഉള്ളറിവിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന ഉറച്ച ബോധ്യത്തിലൂടെയാണ് അന്ന് പോലീസിൻ്റെ കസ്റ്റഡിയിലേക്ക് ആദ്യം ആ മടയിലേക്ക് ചെന്ന് കയറിയത്. അയാളെ ട്രാപ്പിലാക്കി കൊണ്ടുപോവുകയായിരുന്നു. അയാളെ കൃത്യമായി ഒരു ട്രാപ്പ് ഒരുക്കി വീട്ടിലെത്തി ഒന്ന് ചോദ്യം ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് വരണമെന്ന് പറഞ്ഞൊരു സൈബർ കേസിന് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ കൂട്ടിക്കൊണ്ടു പോകുന്ന ലാഘവത്തോടെ പോലീസ് അയാളെ ട്രാപ്പിലാക്കി. പെട്ടെന്ന് തന്നെ ജാമ്യമില്ലാ വകുപ്പുകളിട്ട് അയാളെ കുരുക്കി. അന്ന് അതിജീവിതയുടെ ഒരു ഹൈപ്പിൽ നിൽക്കുന്ന സമയമാണ്. അതിജീവിതയ്ക്കെതിരെ അന്ന് സെഷൻസ് കോടതിയുടെ പരാമർശങ്ങളില്ല. അതിജീവിതയ്ക്കെതിരെ അന്ന് ഹൈക്കോടതിയുടെ പരാമർശങ്ങളില്ല. അതിജീവിതയ്ക്കെതിരെ എന്നല്ല, അതിജീവിത നൽകിയ പരാതിക്കെതിരെ. അപ്പോൾ അതിനെതിരെ ആർജവത്തോടെ സംസാരിക്കുന്നത് രാഹുൽ ഈശ്വർ മാത്രമാണ് മുന്നിൽ നിന്ന്. രാഹുൽ ഈശ്വറിനെ കൂട്ടിൽ കയറ്റി ഭയപ്പെടുത്തി സെല്ലിലേക്ക് അടച്ചാൽ എല്ലാ എതിർസ്വരങ്ങളും അസ്തമിക്കുമെന്ന ഭരണകൂടത്തിൻ്റെ കണക്കൂട്ടൽ. അതുകൊണ്ട് തന്നെ കള്ളക്കേസുകൾ ഒന്നൊന്നായി ചുമത്തിയപ്പോൾ ഇവിടെ ഒരു വലിയ വൈരുദ്ധ്യമുണ്ട്. ഈ മാധ്യമങ്ങളൊക്കെ നിലകൊള്ളുന്ന ഒരു ബിംബമുണ്ട്, അതിജീവിത എന്നൊരു ബിംബം. അതിജീവിതയ്ക്കെതിരെ സംസാരിച്ചു എന്ന പേരിൽ ഒരാളെ ജയിലിലടയ്ക്കുമ്പോൾ ഇവരുടെ വങ്കത്തരം പൊളിയും. രാഹുൽ ഈശ്വറിന് വേണ്ടിയിട്ട് അവർ വാദിക്കുമ്പോൾ. അപ്പോൾ ആ വങ്കത്തരം പൊളിയാതിരിക്കാൻ അതിജീവിതയെ ചേർത്ത് പിടിക്കുന്നു എന്ന ധാരണ പരത്തിക്കൊണ്ട് രാഹുൽ ഈശ്വറിനെ അവർ പരിഹസിക്കുകയാണ് ചെയ്തത്. രാഹുൽ ഈശ്വറിനെ കുറ്റപ്പെടുത്തുകയല്ലേ ചെയ്തത്, രാഹുൽ ഈശ്വറിനെ പരിഹസിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇതേ ചാനലുകൾ ഇതേ രാഹുൽ ഈശ്വറിനെ ഉപയോഗപ്പെടുത്തി 10-15 ദിവസം പണം കൊയ്തെടുത്തതാണ്. ചാനൽ ചർച്ചകളിൽ, ചാനൽ ഡിബേറ്റുകളിൽ ഒക്കെ രാഹുൽ ഈശ്വറായിരുന്നു അവരുടെ ഏറ്റവും വലിയ ഹീറോ. രാഹുൽ ഈശ്വർ എത്രത്തോളം കത്തിക്കയറുന്നു അത്രത്തോളം നായക സ്ഥാനത്ത് നിൽക്കാൻ അവതാരകന് കഴിയും, അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത്, അല്ലെങ്കിൽ മറുവശത്തിരിക്കുന്നവർക്ക് കഴിയും. അവിടെ രാഹുലിനെ പരമാവധി ഉപയോഗപ്പെടുത്തി ഏറ്റവും ഒടുവിൽ രാഹുലിനെ ട്രാപ്പിലാക്കി പോലീസ് പിടിച്ച് ജയിലിലടയ്ക്കുമ്പോൾ എന്താ മാധ്യമങ്ങൾ പരിഹസിക്കുക ചെയ്തേ. മറുവശത്ത് രാഹുലിന് സംഭവിച്ചത്, രാഹുൽ ഒരു നമ്മൾ പറയും ലണ്ടനിലൊക്കെ പഠിച്ച, വിദേശങ്ങളിലൊക്കെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടുള്ള, നല്ല തികഞ്ഞ ഇംഗ്ലീഷ് അവബോധമുള്ള, ഒരു ദേശീയ കാഴ്ചപ്പാടുള്ള, ഒരു പുരോഗമന ചിന്തയുള്ള, എന്നാൽ പാരമ്പര്യത്തിലൂന്നിയ ഒരു വ്യക്തി. സവർണനെന്ന് ചിലർ പരിഹസിക്കും, താഴ്മൺ കുടുംബത്തിൽ നിന്ന് തെറിച്ചു പോയവനെന്ന് ചിലർ പരിഹസിക്കും. ആ പരിഹാസം അവിടെ നിൽക്കട്ടെ. പക്ഷേ അയാളുടെ മെറ്റൽ നല്ലതാണ്. അയാളുടെ മെറ്റലിനപ്പുറം ഈ രാഹുൽ ഈശ്വറിന് സംഭവിച്ചത് വളരെ കൃത്യമായി നമ്മൾ പറഞ്ഞാൽ, അയാൾ സ്വയം ഒരു പ്രസ്ഥാനമാണ് എന്ന് അയാൾ ധരിച്ചു. അത് സത്യവുമാണ്. എന്നാൽ ഇത്തരം വിമർശനങ്ങൾ ഉയർത്തുന്ന പ്രസ്ഥാനങ്ങളായി മാറുമ്പോൾ അയാൾക്ക് ചുറ്റും ഒരു നിയമ സംവിധാനത്തിന് വേണ്ടിയുള്ള അഭിഭാഷക വൃന്ദത്തെ ഒരുക്കി നിർത്തിയില്ല. അയാൾക്ക് വേണ്ടി വാദിക്കാൻ, അയാൾ മറ്റുള്ളവർക്ക് വേണ്ടി വാദിച്ചു, പക്ഷെ അയാൾക്ക് വേണ്ടി വാദിക്കാൻ, അയാൾക്ക് വേണ്ടി പൊരുതാൻ ഒരു ടീമിനെ അയാൾ ഡെവലപ്പ് ചെയ്തിരുന്നില്ല. അയാൾക്കൊരു അപകടം പറ്റിയാൽ അതിനെ എങ്ങനെ നേരിടണമെന്ന് ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റ് സിസ്റ്റം അയാൾക്ക് ചുറ്റുമില്ലായിരുന്നു. ഇവിടെയാണ് അയാളുടെ നിസ്സഹായാവസ്ഥ പെട്ടെന്ന് മറുഭാഗം ഭരണകൂടം ട്രാപ്പിലാക്കിയത്. അയാളൊരു നിസ്സഹായനായി മാറി. കാരണം അയാൾ മാത്രമേ ഉള്ളൂ. അവിടെയാണ് ചില ബിംബങ്ങൾ തകർന്നു പോകുന്നത്. നമുക്ക് വേണ്ടി മാത്രം പൊരുതി സത്യത്തിന് വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ നമ്മളെ അപകടപ്പെടുത്തിയാൽ മറ്റുള്ളവർ നിസ്സംഗതയോടെ നോക്കി നിൽക്കും. കാരണം എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. ഇവിടെ അതാണ് സംഭവിച്ചത് രാഹുൽ ഈശ്വറിന്. രാഹുൽ ഈശ്വർ പെട്ടെന്ന് തന്നെ ഒരു അഭിഭാഷകനെ ഏർപ്പാട് ചെയ്യുന്നു. ഹൈക്കോടതിയിൽ നിന്ന് ഒരു അഭിഭാഷകൻ തിരുവനന്തപുരത്തേക്ക് വരുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ കേസ് വ്യക്തമായി അഭിഭാഷകർ പഠിക്കുന്നില്ല. വളരെ സിമ്പിൾ കേസാണ്. രാഹുലിനെ എടുത്തുകൊണ്ട് പോയി ഇപ്പം തന്നെ ജാമ്യം കിട്ടുമെന്ന മട്ടിൽ കോടതിയിൽ ചെല്ലുമ്പോൾ ഒരു കൂട്ടം തെളിവുകളുമായിട്ട് പ്രോസിക്യൂഷൻ നിൽക്കുകയാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കണം, കോടതിയുടെ മുന്നിൽ ഒരു ഭയാനകമായ കഥ അവതരിപ്പിക്കുന്നു. അതിശക്തമായി അതിജീവിതയെ അധിക്ഷേപിച്ചു എന്ന് ആദ്യഘട്ടത്തിൽ കോടതിയെ ധരിപ്പിക്കുന്നു. അവിടെ രാഹുൽ ഈശ്വറിന് സംഭവിച്ചതെന്താ?
രാഹുൽ ഈശ്വർ സ്വന്തം സ്വത്വബോധത്തിൽ മാത്രം അയാൾ വിശ്വസിച്ചു. അതുകൊണ്ട് കോടതിക്ക് മുൻപിൽ അയാൾ പൊട്ടിത്തെറിക്കുകയാണ്. ഞാൻ നിരപരാധിയാണ്, കോടതിക്ക് അത് ബോധ്യമാകും, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, നിയമ സംവിധാനങ്ങളെ താൻ വെല്ലുവിളിച്ചിട്ടില്ല, ഭരണഘടന അനുശാസിക്കുന്ന സ്വാതന്ത്ര്യം ഉപയോഗിച്ച് മാത്രമേ താൻ വീഡിയോ ചെയ്തിട്ടുള്ളൂ എന്ന് തുടർച്ചയായി ആക്രോശിക്കുക കോടതിയുടെ മുന്നിൽ. അപ്പോൾ കോടതിയുടെ ഡെക്കോറമാണ് അവിടുത്തെ ഏറ്റവും കോടതിയെ സംബന്ധിച്ച് പ്രധാനം. കോടതിക്ക് അവിടെ കൃത്യമായ ഡിസിപ്ലിൻ വേണം. കോടതിയെ സംബന്ധിച്ച് അതിൽ ഒബീഡിയൻ്റ് ആയിട്ട് നിൽക്കുന്ന, പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവർ വളരെ ഒബീഡിയൻ്റ് ആയിട്ട് നിൽക്കണം. ഇയാളെയാണ് നമുക്ക് ഒരിടത്തും കൊള്ളിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു കഥാപാത്രം. അങ്ങനെ കോടതിയിൽ പൊട്ടിത്തെറിച്ച് രാഹുൽ ഈശ്വർ ജഡ്ജിക്കും പ്രകോപനമുണ്ടാക്കി. ആദ്യഘട്ടത്തിൽ തന്നെ ഇവരെ ഒന്ന് ചോദ്യം ചെയ്യണം എന്നൊരു തോന്നൽ സ്വാഭാവികമായിട്ടും കോടതിക്ക് വരും. പിന്നീട് നമ്മൾ കേൾക്കുന്നത് വെച്ച് ജഡ്ജിയുടെ ചേംബറിലേക്ക് കൂട്ടിക്കൊണ്ടു ചെന്നപ്പോൾ അപ്പോഴും പൊട്ടിത്തെറിക്കുകയാണ്. പിന്നീട് ജയിലിലേക്ക് നടന്നു പോകുന്ന രാഹുൽ ഈശ്വർ നിരാഹാരം പ്രഖ്യാപിക്കുന്നു. അത് വലിയ ഒരു സ്ട്രാറ്റജിക് പാളിച്ചയായിപ്പോയി. ഈ നിരാഹാരം പ്രഖ്യാപിച്ചത് അയാളുടെ ഒരു വളരെ നിസ്സംഗതയോടെയുള്ള പ്രതികരണമായിരുന്നു. പക്ഷേ ആ പ്രതികരണം അക്ഷരാർത്ഥത്തിൽ പ്രോസിക്യൂഷൻ ഉപയോഗപ്പെടുത്തി. നിരാഹാരം അനുഷ്ഠിക്കുന്നത് കൊണ്ട് അയാൾക്ക് ആരോഗ്യമില്ല ചോദ്യം ചെയ്യപ്പെടാൻ, അയാളോട് ചോദിച്ച അയാൾ തല കുനിച്ചിരിക്കുകയാണ്, അയാൾക്ക് ഭക്ഷണം കൊടുത്ത് ആരോഗ്യം വരുത്തി അയാൾ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് ദിവസങ്ങൾ തള്ളി നീക്കുന്നു. അയാളിൽ നിന്ന് പിടിച്ചെടുത്ത ലാപ്ടോപ്പ് അതിൻ്റെ പാസ്വേഡ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് പിന്നെയും പോലീസ് അയാളെ കുടുക്കിലാക്കുന്നു. അപ്പോൾ ഒരു നിലപാടുയർത്തിയ ഒരു വക്താവിനെ ഈ ഭരണകൂട സംവിധാനവും പോലീസും പ്രോസിക്യൂഷനും ചേർന്ന് നിർദ്ദയം കള്ളത്തരങ്ങളുടെ ഒരു വലിയ കൂമ്പാരമുണ്ടാക്കി അത് ഓരോ ദിവസവും അതിനെ പൊലിപ്പിച്ച് കാട്ടി അയാൾ ജയിലഴിക്കുള്ളിൽ തന്നെ കഴിഞ്ഞ 16 ദിവസം തുടർച്ചയായി ഇട്ടു. ഇതൊരു മനസ്സാക്ഷിക്ക് നിരക്കാത്ത ഒരു ക്രൂര സംഭവമായിട്ട് നമുക്കിതിനെ കാണാൻ കഴിയൂ. ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. എത്ര ക്രൂരമായാണ് ഈ രാഹുൽ ഈശ്വറിനെ ഈ ഭരണകൂടം വേട്ടയാടിയത്. ഒരു പോലീസ് സംവിധാനം ഭരണകൂടത്തിൻ്റെ ഏറാൻമൂലികളല്ല. ഭരണകൂടം പറയുന്ന എന്ത് കൊള്ളരുതായ്മകളും ചെയ്യേണ്ടവരല്ല പോലീസ്. അവർ സത്യസന്ധമായ കാര്യങ്ങൾ അന്വേഷിച്ച് പഠിച്ച് റിപ്പോർട്ട് എഴുതി കോടതിയുടെ മുന്നിൽ സമർപ്പിക്കേണ്ടവരാണ്. അതിനു പകരം ഇവിടെ ഭരണകൂടത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഗുണ്ടാ സംഘങ്ങളായി ഇത്തരം പോലീസ് സംഘങ്ങൾ അധംപതിക്കുമ്പോൾ രാഹുൽ ഈശ്വർമാർ ജയിലഴിക്കുള്ളിലേക്ക് പോകും. അതിൽ വലിയ അതിശോക്തിയില്ല. പക്ഷേ ജയിലഴിക്കുള്ളിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന രാഹുൽ അത്ര നിസ്സാരക്കാരനൊന്നുമല്ല. അയാൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. ജനങ്ങളുടെ മനസ്സിൽ നമുക്കെവിടെയാണ് ഒരാളെ തോൽപ്പിക്കാൻ കഴിയുന്നത്? ജനങ്ങളുടെ മനസ്സിൽ നിന്ന് അയാളുടെ പേര് വെട്ടപ്പെടുമ്പോൾ, ജനങ്ങളുടെ മനസ്സിൽ അയാൾ ഒരു കൊലപാതകയാണ് അല്ലെങ്കിൽ ക്രൂരനാണ്, അയാളെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ടവനാണ് എന്ന തോന്നൽ ജനിക്കുമ്പോഴാണ്. ഇവിടെ അത്തരം തോന്നലുകൾ ഈ വ്യക്തി സമൂഹത്തിൽ ഉണ്ടാക്കുന്നില്ല. അയാളെ ചില മണ്ടത്തരങ്ങളുടെ പേരിൽ പരിഹസിക്കുമ്പോഴും അയാൾ ഉയർത്തിയ നിലപാടുകൾ അയാൾ ജയിലിലും തുടർന്നു. എല്ലാറ്റിനും ഒടുവിൽ ചിലർ പരിഹസിക്കുന്നുണ്ട്. ജയിലിൽ നിന്ന് കോടതിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ തൻ്റെ വീഡിയോ ഒക്കെ റിമൂവ് ചെയ്തോളാം, ഭക്ഷണം കഴിച്ചോളാം, കിഡ്നി പോയി കിടക്കുകയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കരഞ്ഞ ഒരു രാഹുലിൻ്റെ ചിത്രം പല മാധ്യമങ്ങളും വെച്ച് ആഘോഷിച്ചു. പക്ഷേ എനിക്ക് ആ വക്കീലുമായിട്ട്, രാഹുലിൻ്റെ അഭിഭാഷകനുമായിട്ട് വ്യക്തിപരമായ ബന്ധമുണ്ട്. ഞാൻ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. അഭിഭാഷകൻ തന്നെയാണ് രാഹുലിനോട് പറഞ്ഞത്, നിങ്ങൾ നിരാഹാരം അവസാനിപ്പിക്കണം. ഈ അഭിഭാഷകൻ തന്നെയാണ് രാഹുലിനോട് പറഞ്ഞത്, നിങ്ങൾ ചെയ്ത ഏതെങ്കിലും വീഡിയോയിൽ അപകടങ്ങളുണ്ടെങ്കിൽ അത് മാറ്റാൻ തയ്യാറാകണം. അപ്പോഴും രാഹുൽ ഈശ്വർ ഉറച്ച നിലപാടിൽ തന്നെയായിരുന്നു, എൻ്റെ വീഡിയോയിലൊന്നും അപകടമില്ല. അഭിഭാഷകൻ വ്യക്തിപരമായി ഈ വീഡിയോ ഒക്കെ പരിശോധിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇല്ല, ഒരു നിയമപ്രകാരം അയാളെ കുടുക്കിലാക്കേണ്ട, ഇത്രയധികം ജയിലിൽ അടയ്ക്കേണ്ട തെറ്റുകളൊന്നും അയാൾ ചെയ്തിട്ടില്ല. അഭിഭാഷകന് നല്ല തികഞ്ഞ ബോധ്യമുണ്ടായിരുന്നു. പിന്നെ കിഡ്നി പ്രശ്നം അല്ലെങ്കിൽ വൈദ്യ ഇഷ്യൂസ്, അതിലും രാഹുൽ ഈശ്വർ സത്യസന്ധതയോടാണ് അഭിപ്രായം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ, അമ്മ എല്ലാവരും വലിയ പ്രഷർ ചെലുത്തി ഈ നിരാഹാരം അവസാനിപ്പിച്ച് ജയിലിൽ നിന്ന് പുറത്തു വരാൻ. അയാൾ നിരാഹാരം അനുഷ്ഠിച്ചതിൻ്റെ പേരിൽ അയാളുടെ സംഭാഷണങ്ങൾക്ക് ഒരു സൗണ്ട് കൂടിയതിൻ്റെ പേരിൽ ഇത്രകാലം ജയിലിൽ കിടന്നാലും അയാൾ തോറ്റിട്ടില്ല. അയാളെ അങ്ങനെ തോൽപ്പിക്കാനും കഴിയില്ല. കാരണം അയാളുടെ ഒരു ആത്മവിശ്വാസം അതുക്ക് മേലെയാണ്. അല്ല, അത് രാഹുൽ ഈശ്വറിന്റെ ആത്മവിശ്വാസം എന്ന പല കേസുകളിൽ ഇപ്പോൾ ജയിച്ച്, രാഹുൽ ഈശ്വറിന്റെ വാദങ്ങൾ ജയിച്ചു എന്ന് തന്നെ പറയേണ്ട. ശരിയോ തെറ്റോ എന്നുള്ളത് മാറ്റി നിർത്തുമ്പോൾ ദിലീപിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട ആദ്യം മുതൽ അവസാന ഘട്ടം വരെ ഒരേ സ്വരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഹുൽ ഈശ്വറിനെ കാണാൻ നമുക്ക് സാധിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസുമായി ബന്ധപ്പെട്ട് എന്താണ് പറഞ്ഞത് അതുപോലെ തന്നെ ഇപ്പോൾ ജാമ്യമായാലും ഇനിയിപ്പോൾ കോടതി ക്രിസ്മസിന് ശേഷം മാറ്റി വെച്ചേക്കാണ് രണ്ടാമത്തെ ഇതുപോലും. അപ്പോൾ അത്തരത്തിൽ അദ്ദേഹത്തിന് വാദമുഖങ്ങൾ ഒരുപക്ഷെ ജയിച്ചു കാണിക്കുന്നുണ്ട്. പക്ഷേ
ഇതൊന്നും ആഘോഷിക്കാൻ അല്ലെങ്കിൽ ആ സമയത്ത് ഡിബേറ്റിലൊന്നും അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ഇടയിൽ രാഹുൽ ഈശ്വർ ഇല്ലാണ്ടായിപ്പോയി, അല്ലെങ്കിൽ കുറച്ചുകൂടി ഇനിയിപ്പോൾ പുറത്തിറങ്ങുന്ന രാഹുൽ ഈശ്വർ ഒരുപക്ഷെ ഇന്ന് ദിലീപിൻ്റെ അടക്കമുള്ള വിഷയങ്ങൾ വീണ്ടും ചർച്ചയാവാൻ സാധ്യതയുണ്ട്. കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയവും ഇത്രത്തോളം വിവാഹിതയാണ് എന്നുള്ളതാണ് ആയിരിക്കാം ഒരുപക്ഷെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കടക്കം ഒരു പ്രശ്നമുണ്ടാക്കിയത്. പല കാര്യങ്ങളും വെട്ടിത്തുറന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ശീലം തീർച്ചയായിട്ടും ഇന്ന് പുറത്തു വരുന്ന രാഹുൽ ഈശ്വർ ഇന്ന് ചിലപ്പോൾ അറസ്റ്റ് ചെയ്ത് നാളെ മുതൽ രംഗത്തെത്തിയാൽ പലതും ചിലപ്പോൾ പുറത്തേക്ക് വിടില്ലേ. രഞ്ജിനി പറഞ്ഞ പൂർണ്ണമായിട്ട് ശരിയാണ്. എനിക്ക് രാഹുൽ ഈശ്വറിൻ്റെ കാര്യത്തിൽ ആ ഒരു വ്യക്തത ഇപ്പോൾ കൂടുതൽ വന്നിരിക്കുന്നു. ദിലീപ് കേസിൽ രാഹുൽ ഈശ്വറിൻ്റെ നിലപാടിനോട് ഞാൻ യോജിക്കുന്നില്ല, പക്ഷേ അയാളുടെ നിലപാട് വിജയിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ രാഹുൽ ഈശ്വറിൻ്റെ നിലപാടിനോട് ഞാൻ ഏറെക്കുറെ യോജിക്കുന്നു. അവിടെയും രാഹുൽ ഈശ്വർ വിജയിച്ചു. മുൻപ് നമ്മൾ ബോച്ചെ പോലെയുള്ള ചില കഥാപാത്രങ്ങളെ കണ്ടിട്ടുണ്ട്. അവിടെയും രാഹുൽ ഈശ്വറിൻ്റെ പൊരുതി നിന്ന ആ ഒരു നിലപാട് അത് വിജയിക്കുന്നതാണ് കണ്ടത്. അപ്പോൾ അതിനും നമുക്ക് കോടതിയിൽ നിന്ന് മാത്രം നീതി പോരാ, സമൂഹത്തിൽ നിന്നുകൂടി നീതി വേണം. സമൂഹത്തിൽ നീതി ലഭിക്കണമെങ്കിൽ സമൂഹത്തിന് മുന്നിൽ വസ്തുതകൾ നിരത്തി വയ്ക്കണം. എല്ലാ നിലപാടുകളും സമൂഹത്തിന് മുന്നിൽ നിരത്തി വെക്കണം. എന്നിട്ട് സമൂഹത്തിൻ്റെ മുന്നിലുള്ള ഒരു പൊതുബോധം അത് രൂപപ്പെടുന്നതിൽ വലിയ അളവിൽ രാഹുൽ ഈശ്വറിൻ്റെ ഇടപെടലുകൾ സഹായകരമായിട്ടുണ്ട്, പ്രത്യേകിച്ച് ദിലീപ് കേസിലും രാഹുൽ മാങ്കൂട്ടം കേസിലുമൊക്കെ. അതുകൊണ്ട് അയാൾ ഒരു തലത്തിലും അയാൾ തോറ്റിട്ടില്ല. അയാൾ ജയിലിലടച്ച് അയാളെ ഭയപ്പെടുത്താൻ ശ്രമിച്ച നമ്മുടെ ഭരണകൂടം തോറ്റു. അയാൾ ജയിലിലടച്ച് അയാളുടെ നാവ് പൂട്ടിക്കെട്ടാൻ ശ്രമിച്ച ഭരണകൂടം തോൽക്കും. കാരണം രാഹുൽ ഈശ്വർ എന്ന വ്യക്തി ഇനി കുറച്ചുകൂടി നിയമപ്രകാരം സൂക്ഷിക്കും. അയാൾക്ക് ഇത്തരം അപകടങ്ങൾ സംഭവിച്ചാൽ അതിനുവേണ്ട ഒരു അഭിഭാഷക സഹായം അയാൾ ഉറപ്പിച്ചു വയ്ക്കും. അയാൾക്ക് വേണ്ടി വാദിക്കാനും നിൽക്കാനും പോരടിക്കാനും വേണ്ട ഒരു ടീമിനെ അയാൾ ഡെവലപ്പ് ചെയ്യും. അതിനൊക്കെയുള്ളൊരു അവസരമാക്കി ഇതിനെ മാറ്റട്ടെ. അല്ല, അതും നമുക്കൊരു വിജയമായിട്ട് തന്നെ കാണാം. കാരണം രാഹുൽ ഈശ്വറിനെ ഭയപ്പെടുന്നത് കൊണ്ടാണല്ലോ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടെങ്കിലും അകറ്റി അഴിക്കുള്ളിലാക്കിയത്. കാരണം പുറത്തിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തെക്കാളും ഭയപ്പെടുത്തുന്ന രാഹുൽ ഈശ്വറിൻ്റെ നാവായിരുന്നു. ഒരുപക്ഷെ ചാനലുകളിലല്ല, ഒരു വിധത്തിൽ ഇങ്ങനെ തള്ളി കൊണ്ടുവന്ന് ഒരു പുകമറ സൃഷ്ടിച്ച പാർട്ടി ഉൾപ്പെടെയുള്ളവർക്ക് രാഹുൽ ഈശ്വറിൻ്റെ നാവടക്കാൻ പറ്റാണ്ടായി. ആ നാവടക്കാൻ തന്നെയായിരിക്കാം കുറച്ച് നാളത്തേക്ക് അകത്തിട്ടത്. ഒരുപക്ഷെ ഇനി പുറത്തു വരുന്ന രാഹുൽ ഈശ്വർ ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഒന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുക. കാരണം ഇതൊക്കെ ഒരു അനുഭവങ്ങളാണ്, അനുഭവങ്ങളിലൂടെയാണല്ലോ പഠിക്കുന്നത്. തീർച്ചയായിട്ടും ഇനി കുറച്ചുകൂടി ശക്തമായിട്ട് നല്ല രാഹുൽ ഈശ്വറിന്റെ കാര്യത്തില് നമ്മളൊരു നിരീക്ഷണം കൂടി നടത്തണം. ഈ രാഹുൽ ഈശ്വർ പണ്ട് ശബരിമല യുവതീ പ്രവേശന കാലഘട്ടത്തിൽ BJP സംഘപരിവാർ സംഘടനകളോട് കൂടുതൽ ആഭിമുഖ്യം പുലർത്തുന്നു എന്ന് നമുക്ക് തോന്നലുണ്ടായി. പക്ഷെ പെട്ടെന്ന് തന്നെ അയാൾ തന്റെ നിലപാട് പ്രഖ്യാപിച്ചു, ഒരു ജിഹാദുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ. ഇതോടെ സംഘപരിവാർ സംഘടനകൾ മുഴുവൻ രാഹുൽ ഈശ്വറിനെ തള്ളി പറഞ്ഞു, ഇവൻ ചതിയനാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നീട് ചിലപ്പോഴൊക്കെ ഇടതുപക്ഷം ഇയാളെ ആദ്യഘട്ടത്തിൽ പിന്തുണച്ചിരുന്നു. പക്ഷേ ഇടതുപക്ഷത്തിന് മനസ്സിലായി അതിജീവിത മാർക്ക് നിൽക്കുമ്പോൾ രാഷ്ട്രീയമായി ഇയാൾ അപകടകാരിയാകുമെന്ന്. പിന്നീട് രാഹുൽ മാങ്കൂട്ടം വിഷയം വന്നപ്പോൾ UDF കോൺഗ്രസിനെയും ഇയാൾ പിണക്കി. ചുരുക്കത്തിൽ കേരളത്തിലെ ഒരു പക്ഷവും രാഹുൽ ഈശ്വറിനൊപ്പമില്ല. അവിടെയാണ് രാഹുൽ ഈശ്വർ രാഷ്ട്രീയമായി പരാജയപ്പെട്ടു എന്ന് നമുക്ക് തോന്നലുണ്ടാക്കി. അദ്ദേഹം രാഷ്ട്രീയപരമായിട്ടല്ല, അദ്ദേഹത്തിന്റെ ആശയങ്ങളുമായിട്ട് പൊരുതി നിൽക്കുന്നു എന്നുള്ള അദ്ദേഹത്തിൻ്റെതായ ഒരു സർക്കിളിലാണ്. ഇവിടെ എല്ലാം ഇസങ്ങളുടെ പേരിൽ പക്ഷങ്ങളുടെ പേരിലൊക്കെ നിലകൊള്ളുന്നവരാണ്. ഒരു വിഭാഗത്തെ ചീത്ത പറയുമ്പോൾ മറുവിഭാഗത്തെ ചേർത്ത് നിർത്തും. കാരണം അതൊരു കരുത്തിൻ്റെ ഒരു ഭാഗമാണ്. മറുവിഭാഗത്തിലേക്ക് തിരിയുമ്പോൾ നേരത്തെ പിണക്കി നിർത്തിയിരുന്ന ആളുകളെ ചേർത്ത് പിടിക്കും. അങ്ങനെ ഊന്തിൻ്റെ നിറം കാട്ടുന്ന ഈ ചാനൽ സെലിബ്രിറ്റികൾക്ക് മുന്നിൽ രാഹുൽ ഈശ്വർ വ്യത്യസ്തനാണ്. രാഹുൽ പുറത്തേക്ക് വരുമ്പോൾ അതിൽ എനിക്ക് വ്യക്തിപരമായി വലിയ സന്തോഷമുണ്ട്. കാരണം ഇതൊരു ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ക്രൂര മുഖമാണ് രാഹുലിനെ ജയിലിൽ അടച്ചത് വഴി നമ്മൾ കണ്ടത്. ഇത്ര ദിവസം രാഹുൽ അവിടെ കിടന്നിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും ഭയാനകമായ ഇരുണ്ട ദിനങ്ങളായിരുന്നു. എല്ലാം പോട്ടെ, രാഹുൽ പുറത്തേക്ക് വരട്ടെ, കൂടുതൽ അയാളെ ഈ സമൂഹം ചേർത്ത് പിടിക്കട്ടെ, രാഹുൽ കുറച്ചൊക്കെ തിരുത്തട്ടെ. തീർച്ചയായിട്ടും ആദ്യമൊക്കെ ഏതൊരു കാര്യത്തിനും ആദ്യമൊക്കെ സമൂഹമായാലും എല്ലാം എതിർപ്പ് പ്രകടിപ്പിച്ചാൽ നാളെ ഒരു കാലത്ത് ഒരുപക്ഷെ രാഹുൽ ഈശ്വറിൻ്റെ ആശയങ്ങൾ തന്നെ ഒരുപക്ഷെ സമൂഹം ഏറ്റെടുത്തെന്നിരിക്കും. കാരണം ഒരു പക്ഷം മാത്രമല്ല, രണ്ട് പക്ഷം കേൾക്കണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആശയം. ഓന്തിൻ്റെ നിറം മാറുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പലരുടെയും നിറഭാവങ്ങൾ മാറുമ്പോൾ രാഹുൽ ഈശ്വർ എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെതായ ആശയങ്ങൾ തന്നെ അന്നു മുതൽ ഇന്ന് വരെ നിലകൊള്ളുന്നു. എന്തായാലും പുറത്തിറങ്ങുന്ന രാഹുൽ ഈശ്വറിനെ ഇനി ആരൊക്കെ ഭയപ്പെടുന്നു എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. തീർച്ചയായിട്ടും. നന്ദി, നമസ്കാരം.